എല്ലാം കയറ്റിയത് ഫുള്ളായിട്ട് ഈ ഗ്യാസ് തിങ്ങി നിറഞ്ഞ നമ്മളുടെ ഈ ശ്വസിക്കാനുള്ള ഫ്രീ ആയിട്ട് ശ്വസിക്കാനുള്ള ഇത് വെള്ളത്തിൽ നമ്മളിങ്ങനെ ആദ്യം ശ്വസിക്കണം. അങ്ങനെയൊക്കെയുള്ള പല പരിപാടികളായി ക്രിമിനൽസിന്റെ കാര്യമുള്ളത്. അങ്ങനെയൊക്കെയാ ഇതൊക്കെ പലരും കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ പലരെയും ഉപദ്രവിക്കുന്നതൊക്കെ പലരും ഹവാന സിൻഡ്രോമെന്നും അമേരിക്കയിലുള്ള ഡിപ്ലോമാറ്റിനെയും ഒക്കെ ഇതുപോലെ ഉപദ്രവിച്ചതും അവരെല്ലാം പറയുന്നുണ്ട്. എല്ലാവർക്കും അവിടെ എല്ലാവർക്കും ഇങ്ങനെ തലവേദന, തലകറക്കം, അങ്ങനെ പല രീതിയിൽ അമേരിക്കൻ ഡിപ്ലോമാറ്റ്സ് ഉണ്ടായിരുന്നല്ലോ. അവരെ ഉപദ്രവിക്കുക, ഇങ്ങനെ പലയിടത്തും പോകുന്നത് റഷ്യയിലോ അവിടെ വരുന്നൊക്കെ ഉള്ള ആൾക്കാർ അങ്ങനെ അവന്മാർ ഇത് ഉപയോഗിച്ച് അവരിങ്ങനെ റിപ്പോർട്ട് ചെയ്തത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആര് വന്നാലും തലകറക്കം, തലവേദന അവർക്കില്ലാത്ത രോഗങ്ങളാണ് അവിടെ. പിന്നെ അത് ഹവാന സിൻഡ്രോം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇതൊക്കെ ഈ വലിയ ക്രിമിനൽസ് ഉണ്ട് ഇതില്. അവരാണ് ഇതെല്ലാം ചെയ്യിക്കുന്നത്. കുറെ പരിപാടികളൊക്കെ ഒന്നാമത്തെ കയ്യിൽ. അതുപോലെ വേറൊരിതാണ് നമ്മുടെ കിഡ്നിയിലോട്ട് ഇതുപോലെ ഈ ലേസർ അടിപ്പിക്കുക. കിഡ്നിയുടെയോ ഏതോ ബ്ലാഡറിന്റെ ടൂയിലോട്ടോ രണ്ട് ലേസർ അടിപ്പിക്കുക. അങ്ങനെ നമ്മുടെ ഫിൽറ്റർ ആവശ്യമില്ല. വെള്ളം നമ്മുടെ ശരീരത്തിൽ നിന്ന് ബ്ലഡിൽ ഇമ്പ്യൂർ ആയിട്ടുള്ള വാട്ടർ ഫിൽറ്റർ ചെയ്യുന്നത് കിഡ്നി ആയിരിക്കും. അറിയാവോ? അപ്പൊ അങ്ങനെ വെള്ളം ഫിൽറ്റർ ചെയ്യാതാവുമ്പോൾ നമ്മുടെ ദേഹത്തിൽ വെള്ളം കെട്ടും. മനസ്സിലായോ? വെള്ളം മൂത്രമായിട്ട് പോകില്ല. മൂത്രം ഒഴിക്കാതെ നമ്മുടെ കെട്ടുമ്പോൾ നമ്മളിങ്ങനെ ഇരട്ടി, 3 ഇരട്ടി, 4 ഇരട്ടി വീർക്കും. അങ്ങനെ ഈ കിഡ്നി പ്രോബ്ലം ഉള്ളവർക്ക് ഈ ഇത് വരുമല്ലോ, നീരുള്ളത്. അതറിയാവോ? അതൊക്കെ ഇതാ. എന്നുവെച്ചാൽ നമ്മുടെ ഇവന്മാർക്ക് ഇങ്ങനെ ആർട്ടിഫിഷ്യലായിട്ട് നമ്മുടെ ദേഹത്തിൽ ഉണ്ടാക്കേണ്ടത്. ഇങ്ങനെ ലേസർ കൊണ്ട് നമ്മുടെ കിഡ്നി കുറച്ച് നേരം വർക്ക് ചെയ്യാതാക്കുന്നുണ്ട്. കിഡ്നി വർക്കാവത്തില്ല കുറച്ച് നേരത്തേക്ക്. അന്നേരം ഈ വെള്ളം ഫിൽറ്റർ ചെയ്യേണ്ടത് ഫിൽറ്റർ ചെയ്യാതെ കിഡ്നി അരിക്കാതെ കുറച്ച് നേരം ഇരുന്നാൽ നമ്മുടെ ദേഹത്ത് വെള്ളം കിട്ടും. അങ്ങനെ നമ്മളെ വീർപ്പിക്കുക, നമ്മുടെ മുഖത്ത് നീർക്കെട്ട് ഉണ്ടാക്കുക, ഇതൊക്കെയുള്ള പരിപാടി. ഇത് വണ്ണം വെപ്പിക്കുന്ന പരിപാടികളിലല്ല. ഇങ്ങനെ പല പരിപാടിയാണ് ഈ കെമിക്കലുകൾ നമുക്ക് ഉള്ളത്. കുറെ പോക്കാറുണ്ട് ഇവന്മാർക്ക്. കുറെ ഞാന് പഠിക്കാൻ പോയതല്ല ഇവന്മാരുടെ വിചാരം ദീപായപ്പനിക്കർ അല്ലെങ്കിൽ ഏതാണ് ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്തോ ഈ പഠിക്കാത്തവരെ കണ്ടവരെ പഠിക്കാതെ സ്കൂളിൽ പോകാതൊക്കെ നടക്കുന്നവരൊക്കെ ചെയ്തല്ല എന്റെ അടുത്ത് ചെയ്തായിരിക്കുന്നത്. എനിക്കറിയാൻ കാര്യങ്ങളൊക്കെ. ഞാൻ ബയോളജി, ഫിസിക്സും കെമിസ്ട്രിയൊക്കെ നല്ല ശരിക്കും പഠിച്ചിട്ട് വന്നവരാണ്. എന്നെ ഫിസിക്സിനൊക്കെ പഠിപ്പിച്ചത് അറിയാവുന്ന MSMന്റെ പ്രിൻസിപ്പളായ സാറാണ് എന്നെ പഠിപ്പിച്ചത്. അറിയിച്ചിരുന്നത് റഷീദ് സാറ്. അങ്ങേര് പഠിപ്പിച്ചതൊന്നും മണ്ടൊന്നും ആവില്ല. അങ്ങേര് പഠിപ്പിക്കുന്നത് പഠിക്കാണ്. ഇംഗ്ലീഷും ഞാൻ ഫിസിക്സ് കാരണം ഈ ബിജുപി എന്ന് പറയുന്നത് വീട്ടിലോട്ട് പോകുന്നതിന് അങ്ങോട്ട് മാറിയായിരുന്നു സാറിന്റെ വീട്. അവിടെയാണ് ഞാൻ പഠിക്കാൻ പോകുന്നത്. എന്തോ ഞായറാഴ്ച 7 തൊട്ട് 10 വരെ പോകുന്നത് മറന്നുപോയോ? ഡിഗ്രി പഠിച്ചപ്പോ 80 കഴിഞ്ഞാലും ഞാൻ ഈ 90 കഴിഞ്ഞാലും ഇതൊക്കെ ഞാൻ മറക്കത്തില്ല. കാരണം നല്ല ശരിക്കേ സാറിനെ എല്ലാം പഠിക്കാൻ പോയത്. അല്ലാതെ തെണ്ടാൻ പോയതല്ല. തെണ്ടാനേ ഇവന്മാർക്ക് എന്താ വിചാരിച്ചത്? വിവാഹിക്കാൻ ലോ പഠിക്കാൻ പോയതൊന്നും ചുമ്മാതെ പഠിക്കാൻ പോയതല്ല. വളരെ ശരിക്കും പഠിച്ചിട്ട് തന്നെയാണ് വന്നത്. ഇപ്പൊ മുക്കും പറയുന്ന എല്ലാ മുക്കും ഇവിടെ ഇതിലേക്കല്ല. മുക്കും ഇവിടെ ഡൽഹി യൂണിവേഴ്സിറ്റി അതായത് മുക്കും പഠിച്ചത് ഏതാ കേന്ദ്രീയ വിദ്യാലയമൊന്നും സെന്റ് മേരീസ് സ്കൂളിൽ ഏഴായിരത്തി തരത്തിലൊന്നും കേന്ദ്രീയ വിദ്യാലയം പഠിക്കുന്നവർ സെന്റ് മേരീസ് എല്ലാ 7,000 തരത്തിലുള്ളതും ഞാൻ എഴുതി ഒപ്പിട്ട് തരാം. എനിക്കറിയാം. ഞാനിപ്പോ മുക്കും പറയുന്നത് മുക്കുമിന് അറിയാത്ത കാര്യങ്ങളും എനിക്കറിയാവുന്നതും അറിയുമ്പോൾ എനിക്കറിയാം. ഈ കേന്ദ്രീയ വിദ്യാലയം പഠിക്കുന്നവരുടെ സ്റ്റാൻഡേർഡും ഇപ്പം പഠിക്കുന്നവരുടെ സ്റ്റാൻഡേർഡും ദീപാവലി പഠിക്കാനുള്ള സ്റ്റാൻഡേർഡും മനസ്സിലായില്ലേ? മുക്കും 9:30 ആവുമ്പോ ഇപ്പൊ പിന്നെ അവരുടെ അമ്മയ്ക്കെന്തോ ജോലി പറഞ്ഞ റൊട്ടി ഉണ്ടാക്കി കൊടുക്കാൻ ഒക്കത്തില്ല മോന് രാവിലെ. അതുപോലെ ഉണ്ടാക്കുന്ന കാണണം. ഒരു വയറ്റി കൊള്ളത്തില്ലെന്ന് മുക്കും തന്നെ പറയുന്നേക്കാം. അവരുടെ ഉണ്ടാക്കുന്ന കുന്തം അവരുടെ അമ്മ ഉണ്ടാക്കുന്ന കുന്തം ഒരു വയറ്റി കൊള്ളത്തില്ലെന്ന് മുക്കും
ഉണ്ടെന്ന് പറയുന്നേക്കാം. ഒരു കാര്യം ഉണ്ടാക്കാൻ പറയാ ഞാനും തിന്നിട്ടുണ്ടോ പൂരിയൊക്കെ കാണാം. പൂരിയൊക്കെ 7 കനത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പൂരി ഉണ്ടാക്കുക 2 ചപ്പാത്തി പോലെ 7 കനത്തിൽ ഇങ്ങനെ ഉണ്ടാക്കി വെക്കും ചപ്പാത്തിയൊക്കെ. അവരയ്യോ ഭയങ്കര എന്തോ അതിന്റെ പേര് സവാളയും ഉള്ളിയൊന്നും ഇല്ലാതെ കുറെ കറിയൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ വെക്കുമെന്നാ പറയുന്നത്. ഉള്ളിയും കിളിയൊന്നും ഇല്ലാതെ. എന്തുവാണ് ഉള്ളി ഭയങ്കര എന്തുവാ ഈ വ്രതം പിടിക്കുന്ന പെൺപിള്ളേർ വ്രതക്കാരി. അവർക്ക് ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ അലർജിയാ പോലും. അലർജി എപ്പോഴും വ്രതമാണോ പറയുന്നത്? എപ്പോഴും വ്രതം. മുക്കുന്നിന് വെച്ച് വരുത്തുന്നത് മുക്കുന്നനെ പറയും വൈകി കൊള്ളത്തില്ലെന്ന്. എങ്ങനെ ഉണ്ടായിരുന്നു ശരിക്കും പറയുന്നത്? ഓക്കെ അത്രേ ഉള്ളൂ. അതിന് ചേർക്കേണ്ടതൊക്കെ ചേർക്കണ്ടായോ? ഉള്ളിയും സവാളയും ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും അതും ഇതൊക്കെ ചേർത്താലല്ലേ കറിക്ക് ഇത് വരുന്നുണ്ട്. അതേപോലെ സാമാനം മാത്രമൊക്കെ ഉണ്ടാക്കി ഏതെങ്കിലും കറി ചോദിക്കുമോ? നോർത്ത് ഇന്ത്യ മുഴുവൻ ഉരുളക്കിഴങ്ങ്. അതുപോലെ ഞാൻ ഈയായിട്ട് ടൈംസ് ഓഫ് ഇന്ത്യയിലെ ഒരു ജേർണലിസ്റ്റിനെ കണ്ടായിരുന്നു. ഈ നമ്പരൊക്കെ ഉണ്ട്. അപ്പം ഞാൻ വെച്ചിട്ടുണ്ട്. സമയമുണ്ടെങ്കിൽ സമയം വരുമ്പോൾ ഞാൻ വിളിച്ച് എവിടാന്ന് വെച്ചാൽ ഞാൻ ഇതെല്ലാം പറയും വിളിച്ചു. അത്രേ ഉള്ളൂ. അപ്പൊ അവന്റെ ബ്രദർ എങ്ങാണ്ട് കോഴിക്കോട് എവിടെയോ പഠിക്കുന്നത്. അപ്പൊ അവിടെയുള്ള പിള്ളേർ ഈ നോർത്ത് ഇന്ത്യൻസിനെ കളിയാക്കുന്ന രജ്മ ചാവൽ പിന്നെ ദാൽ ചാവൽ എന്ന് പറഞ്ഞാൽ ഒരു കറി. രജ്മ എന്ന് പറയുന്ന കറി വെക്കും, ഒരു ചോറ് വെക്കും. അതുപോലെ ചാവൽ എന്തുവാ പിന്നൊരു ഇതിന്റെ പേര് ദാലും ഒരു കറി വെക്കും, ഒരു ചോറ് വെക്കും. അങ്ങനെ എന്തുവാ അവിടെ ഈ നോർത്ത് ഇന്ത്യൻസിനെ കളിയാക്കുന്നതാ. ഇപ്പൊ അവിടെ പഠിക്കാൻ വരുന്ന പിള്ളേരല്ല, ഇവന്മാരെ കളിയാക്കുന്നതാ. കോഴിക്കോട്ടുകാർ ഒരു കറി വെച്ചാൽ നമ്മൾ ഒന്നാന്തരം എന്തുവാ ഇറച്ചിക്കറി ഒക്കെ ആയിരിക്കും വെക്കുന്നത്. അല്ല നിറവും കാണും. പിന്നെ പരിപ്പുകറി കോഴിക്കോട്ടുകാരുടെ കാര്യമായിരിക്കും ഞാൻ പറയുന്നത്. ഇവിടുത്തെ നോർത്ത് ഇന്ത്യൻ എന്റെ കാര്യമാണ് പറയുന്നത്. ഒന്നും വെച്ചതില്ലാത്തമാര്. നീ അതുപോലെ നടക്കുകയും എന്റെ ഫോണേലോ ഇതെല്ലാം ഇതാക്കിക്കൊണ്ട് ഭയങ്കര രോഗമല്ല. ഭയങ്കര രോഗം, ഭയങ്കര രോഗമായത് എമ്മാരിയത്. കഥയുണ്ടാക്കുന്ന രോഗം. എന്തുവാ ഞാനങ്ങനെ അറിയാമോ ഇവന്മാർ ഇവിടെ ആദ്യമായിട്ട് വന്നപ്പോ ഇതിന് അപ്പുറത്തൊരു ഒരു വീട്ടുകാരുണ്ടായിരുന്നു. അപ്പൊ എനിക്കറിയാം ഈ ഗ്യാസ് ഇങ്ങനെ അടിക്കുന്നുണ്ട് നമ്മുടെ മോന്തയ്ക്കോട്ടൊക്കെ. കുഴപ്പമില്ല. രണ്ടാമത് വന്നപ്പോ ഇവന്മാർ ഞാനും മുക്കും വന്ന് കൂട്ടിയാൽ ഇറങ്ങിയപ്പോ ആരാണിങ്ങനെ നോക്കുവാ. അതിനപ്പുറത്തെ ഇങ്ങനെ നോക്കിയിട്ട് നമ്മൾ ഇല്ലാതെ കയറിയപ്പോ മുതൽ തുടങ്ങി അടിക്കാനും പിടിക്കാനും ഒക്കെ. അന്ന് ഈ വീട്ടിലുള്ളവർക്കൊന്നും കുഴപ്പമൊന്നുമില്ല. ഈ കാണിച്ച മുരാരിക്കാരനൊന്നും ഒരു കുഴപ്പമില്ലാണ്ട് എടുത്തെടുക്കുന്നുള്ള രീതിയിലൊന്നും നമ്മൾ പുറകെ നടക്കുവായിരുന്നു. അത് കഴിഞ്ഞ് ഇതെല്ലാം വന്നു ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഇവിടെ വന്ന് എന്തുവാ താമസം തുടങ്ങിയപ്പോ ഒരു ദിവസം മുരാരിക്കാരെന്ന് പറയുന്നത് വിളിച്ച് എന്തുവാ താഴെ വിളിച്ചയച്ച് എന്തുവാ അയാളുടെ മോനുണ്ട്, അയാളുടെ മോന്റെ അയാളുടെ ഭാര്യ കുറെ എണ്ണങ്ങളെല്ലാം കൂടെ കൂടി സംസാരിച്ചിട്ട് ഞങ്ങളിങ്ങനെ പോയിരുന്നു. എന്തുവാന്ന് അറിയത്തില്ല. ഇതെല്ലാം നാടകങ്ങളാണ്. പിന്നെ മനസ്സിലായ കുറെ നാടകമാണ്. കുറെ ഡ്രാമകൾ ഉണ്ടാക്കലാണ്. ഇങ്ങനെ കുറെ ഡ്രാമയാണ്. എന്തായാലും വഴിയായി പോയി. ഞാൻ രാവിലെയൊന്നും കഴിക്കത്തില്ല. അതുകൊണ്ട് അവനിപ്പം നരകത്തിൽ പോയി ദൈവം അവന് കൂടി അവൻ ശാസ്ത്രം